പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊരു പ്രധാനപ്പെട്ട ദാരിദ്ര്യവുമായിരിക്കും. എത്ര സമ്പന്നരാണെന്നറിയാമോ? ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി കൈനീട്ടിയിട്ടുള്ള ചരിത്രം നമുക്ക് പലരുടെയും ചരിത്രം അറിയാം. പല സാഹചര്യങ്ങളും അനർത്ഥങ്ങളും പല രാജ്യത്തും പലയിടത്തും നടക്കുമ്പോൾ, യുദ്ധങ്ങൾ നടക്കുമ്പോൾ, ഭൂകമ്പങ്ങൾ നടക്കുമ്പോൾ, പ്രളയങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരെ പോലെ തന്നെ ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി, അല്പം വെള്ളത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഉടുതുണിക്ക് വേണ്ടി കൈനീട്ടിയ അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ലോകം. നമ്മൾ ആരെങ്കിലും നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പാഠമാണ്. ഒരിക്കൽ കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് അവൻ്റെ സമ്പത്തുകളെയും വിളവുകളെയും ഒക്കെ കണ്ടുകൊണ്ട്, ധാരാളമായുള്ള വിളവ് കണ്ടുകൊണ്ട് അവൻ പറയുന്നു, അയ്യോ, ഈ വർഷം എനിക്ക് നല്ല വിളവുണ്ട്, ഞാനത് കളപ്പുരകളിൽ കൂട്ടിവെക്കും, പുതിയ പുതിയ ഗോഡൗൺസ് എല്ലാം ഞാൻ പണിയും, വർഷങ്ങളായിട്ട് എനിക്ക് ഇതിനെയൊക്കെ അനുഭവിച്ച് ജീവിക്കാനുള്ള വകയുണ്ട്. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഒരു അഹങ്കാരം വന്നു. കർത്താവ് ഉടനെ ഉദാഹരണമായി പറഞ്ഞ ഉപമയിൽ കർത്താവ് പറയുകയാണ്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്ക് വേണ്ടി? നിന്റെ സമ്പാദ്യം കൊണ്ട് എന്ത് ഫലം? ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയൊരു അനുഭവമാണ്. എത്ര വലിയ ശക്തന്മാരാണെങ്കിലും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ചിലപ്പോൾ ദാഹിച്ചു വലയും. മനുഷ്യൻ അത്രേ ഉള്ളൂ കേട്ടോ. മനുഷ്യൻ്റെ ജീവൻ്റെ ഗ്യാരണ്ടി അത്രേ ഉള്ളൂ. അവൻ വലിയൊരു ബലവാനായിരിക്കാം, ആരോഗ്യവാനായിരിക്കാം, പക്ഷെങ്കിൽ അര ഗ്ലാസ് വെള്ളം ചില പ്രത്യേക സമയത്ത് അവന് കിട്ടിയില്ല എങ്കിൽ അവൻ്റെ ജീവൻ അപകടത്തിലാണ്. ഒരപ്പകഷ്ണം അവന് ലഭിച്ചില്ല എങ്കിൽ അവൻ അപകടത്തിലേക്ക് പോകുന്നു. അവൻ്റെ സമ്പത്ത് എവിടെ? അവൻ്റെ ബുദ്ധിയും, അവനൊരു പക്ഷെങ്കിൽ രാജാവായിരിക്കാം, അവൻ വലിയൊരു ബിസിനസ്സുകാരനായിരിക്കാം. ദാരിദ്ര്യം എപ്പോഴാണ് നമ്മെ മൂടിക്കളയുന്നതെന്ന്, അനർത്ഥങ്ങൾ നമുക്ക് വേണ്ടി പതിയിരിക്കുന്നത് എപ്പോഴെവിടെയൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ ഇത് ഓർക്കുന്നുവെങ്കിൽ നമുക്ക് വലിയൊരു ഭയം നമ്മെ മൂടും. ഇല്ല എങ്കിൽ നമ്മൾ നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അത്രയും ബലമേ അവനുള്ളൂ. ദൈവം അവനെ ശക്തിമാനായി സൃഷ്ടിച്ചു. ഒരുപാട് ബലവും ബഹുമാനവും മാനവും ഉയർച്ചയും സമ്പത്തും ഒക്കെ അവന് കൊടുത്തു. പക്ഷെങ്കിൽ ഒരു ശ്വാസം അവനിൽ നിന്ന് പോയാൽ അവനിതാ മണ്ണിനിരയായി, കൃമിക്കിരയായി മാറുന്ന ഒരവസ്ഥ. മനുഷ്യൻ്റെ ആയുസ്സും പ്രതാപവും എല്ലാം ദൈവം അല്പത്തിൽ, തുലാസിൽ വച്ചിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് നമുക്കായി അനുവദിച്ചു തന്നതായ വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് ശിംശോൻ ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരേ എന്ന് പേരായി. അത് ഇന്ന് വരെയും ലേഹിയിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വലിയൊരു ചരിത്ര പുസ്തകമാണ് ഞാൻ വായിച്ചത്. സിംസോനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. നമുക്കറിയാം സിംസോനെ കുറിച്ച്.
അത്ഭുതമാർന്ന ഏത് മനുഷ്യനെയും അതിശയിപ്പിക്കുന്ന സംഭവമാണ് ശിംശോനിൽ കൂടെ ദൈവം പ്രവർത്തിച്ചതെന്ന് വേദപുസ്തകത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ലോകം മുഴുവനും ശിംശോനെ അറിയുമായിരുന്നു. അത്രയ്ക്ക് മഹാശക്തിയുള്ളവനും 2 കൈകൊണ്ടും ചില ക്ഷേത്രങ്ങളുടെ മതിലും ഓടാമ്പലും വാതിലും എല്ലാം കൂടെ പൊളിച്ചും കൊണ്ട് തോളത്ത് കയറ്റിക്കൊണ്ട് നടക്കുന്നവൻ. ഏത് വടം കൊണ്ട് അവനെ ബന്ധിച്ചിരുന്നാലും ശരി, അത് ഭസ്മം പോലെ പൊട്ടിച്ചു കളയുന്നതായ ബലമുള്ള മനുഷ്യൻ. ഇസ്രായേലിന് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ 20 വർഷം ദൈവം അധികാരപ്പെടുത്തിയ ശക്തനായ ഒരു മനുഷ്യനാണ് ശിംശോൻ. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഈ വായിച്ചത്. ഒരിക്കൽ ഫെലിസ്ത്യരുടെ കൂട്ടത്തിൽ നിന്ന് 1000കണക്കിന് ജനങ്ങൾ അവനോട് എതിരിടുവാൻ വന്നു. അവൻ ഒരു കഴുതയുടെ താടിയെല്ലും കൊണ്ട് 1000 പേരെ കൊന്നൊടുക്കി, കുന്നായി അവരെ കൂട്ടി. അല്പം കൂടെ കഴിഞ്ഞ് അതേ സ്ഥലത്ത് വെച്ച് ഒരു വലിയ ദാഹം അവനെ പിടികൂടി. ദൈവത്തോട് അവൻ പറയുകയാണ്, കർത്താവേ, നീയാണ് എനിക്ക് ബലം തന്നത്, എന്നെ മഹാശക്തനാക്കി, ജയം എനിക്ക് തന്നു. ജനങ്ങൾ കണ്ട് അതിശയിച്ചു. സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതായ ന്യായപാലനത്തിൻ്റെ മഹത്വം ഈ ജനങ്ങളെല്ലാം കണ്ടു, അതിശയിച്ചല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിക്കണമോ? അഗ്രചർമ്മികളായ അവിശ്വാസികളായ ഈ ഫെലിസ്ത്യരുടെ കയ്യിൽ ഞാൻ ചെന്നുപെട്ടാൽ, ദാഹം കൊണ്ട് മരിക്കുന്നത് കണ്ടാൽ, ദൈവത്തിൻ്റെ മഹത്വനാമം അവരുടെ മുൻപിൽ അപമാനപ്പെടും. ഒരു ഭയങ്കര പ്രാർത്ഥനയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം അപ്പോൾ അവൻ്റെ നിലവിളിയെ കേട്ടു. അടുത്തുള്ളതായ ഒരു കുഴിയിൽ ദൈവം കാണിച്ചു കൊടുത്തു. ആ കുഴിയിൽ നിന്ന് ഉറവ പൊട്ടി പുറപ്പെടുന്നത് അവൻ കണ്ടു. അവൻ അടുത്ത് ചെന്നു, അത് കുടിച്ചു. ആ വെള്ളത്തിൽ നിന്ന് അവൻ കോരി കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു. ബലം, ജീവൻ അവനിൽ തിരികെ എത്തി. അവൻ ആ സ്ഥലത്തിന് ബെൻ എൻ ഹെക്കോരെ എന്ന് പേരിട്ടു. ആ സ്ഥലം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇന്നും സാക്ഷ്യമായി അവിടെ ആ സ്ഥലം നിലനിൽക്കുന്നു. ഇവിടെ നാം വായിച്ചതായ വേദഭാഗം നമുക്ക് പല ഉപദേശങ്ങൾ, ആലോചനകൾ, അനേകം മുന്നറിയിപ്പുകൾ, അനേകമായ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ അനേക സത്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിരൽ ചൂണ്ടിയാണ്. മനുഷ്യൻ എത്ര സമ്പന്നനായാലും ഒരു നിമിഷം മതി അവൻ്റെ സമ്പന്നതയെല്ലാം ചോദ്യം ചെയ്യപ്പെടാൻ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ കൈനീട്ടും, ഒരപ്പകഷ്ണത്തിന് വേണ്ടി അവൻ കൈനീട്ടേണ്ടതായ ഗതികേടുകൾ അവനുണ്ടായേക്കാം. അങ്ങനെ കൈനീട്ടിയ അനേക ജീവിതങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ മഹാനഷ്ടത്തിലും കടത്തിലും കയറി ദരിദ്രരെ പോലെ ഭിക്ഷയാചിക്കേണ്ട ഗതികേടിലേക്ക് മാറി. അവരെല്ലാം സമ്പത്തിൽ ആശ്രയിച്ചവരാണ്, അവരുടെ ബലത്തിൽ ആശ്രയിച്ചവരാണ്. അവർ ഒരിക്കലും വിചാരിച്ചു ആ ബലവും സമ്പത്തുമൊന്നും ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുകയില്ല, എക്കാലവും നിൽക്കുമെന്ന്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ളതായ ചില ബുദ്ധിയുപദേശങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രാത്മകമായ രീതിയിൽ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ആ ചരിത്രം വായിക്കുന്നതിന് വേണ്ടിയല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളുവാനാണ്, പഠിക്കുവാനാണ്, ഓർമ്മിക്കുവാനാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ബലം കൊണ്ടും നമ്മുടെ മഹാത്മ്യം കൊണ്ടും നമ്മുടെ ധീരത കൊണ്ടും നമ്മുടെ പണം കൊണ്ടും ഒന്നും വലിയ കാര്യമില്ല. നമ്മൾ സാധാരണക്കാരെ പോലെ യാചിക്കേണ്ട അവസ്ഥകൾ വന്നേക്കും. അടുത്തിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുവാനുള്ളതായ ബലം നമ്മളിലില്ലാതെ നമ്മൾ കണ്ണുനീരൊഴുക്കേണ്ടി വന്നേക്കാം. ഒരു തുള്ളി വെള്ളം നമുക്ക് കുടിക്കുവാൻ കഴിവില്ലാതെ നമ്മൾ വീർപ്പുമുട്ടിയേക്കാം. ദൈവത്തോട് ശിംശോൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ നിമിഷത്തിൽ നീ എന്നെ ബലവാനാക്കി, ഇപ്പോൾ ഇതാ ദാഹം കൊണ്ട് നീ എന്നെ വലയ്ക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണിച്ചു കൊടുത്തതായ ആ ഉറവ അവൻ കുടിച്ചപ്പോൾ അവനിൽ ചൈതന്യമുണ്ടായി, അവനിൽ ജീവൻ തിരികെ വന്നു. അവൻ ആ സ്ഥലത്തിനൊരു പേരിട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മഹത്വത്തെ നമ്മൾ പ്രാപിച്ചാലും നമ്മൾ ഏതുമില്ല എന്നുള്ളതായ ഒരു ഉണർവ്, ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ളതായ ഒരു വലിയൊരു ഭയം നമുക്കുണ്ടാകും. മനുഷ്യനിൽ ജീവഭയം ഉണ്ടാകും. അവൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് അവൻ മനസ്സിലാക്കും.
അവൻ്റെ കഴിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും യാതൊരു ഫലവുമില്ല എന്ന് അവൻ ഉൾക്കൊള്ളും. ദൈവം തരുന്നതായ വെള്ളം കുടിക്കുമ്പോൾ അതിൽ സാധാരണ ദാഹത്തിന് ഉതകുന്ന വെള്ളം മാത്രമല്ല. നോക്കൂ, സിംസോന് ദൈവം കാണിച്ചു കൊടുത്തതായ ഉറവ പെട്ടെന്നൊരു കുഴി, അവിടെ ധാരാളം കുഴികൾ ഉണ്ടായിരിക്കാം, ആ കുഴിയിലൊക്കെ വെള്ളമുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് ആ വെള്ളത്തെ കാണാൻ കഴിയുകയില്ല. അവിടെ നിന്ന് പുറപ്പെട്ടതായ ഉറവ അത് ജയത്തിൻ്റെ ഉറവയല്ല, അത് ധനികൻ്റെ ഉറവയല്ല, അത് ശക്തിമാന്റെ ഉറവയല്ല, അത് യാദൃച്ഛികമായ അല്ലെങ്കിൽ അവിടെ പ്രകൃതിദത്തമായുള്ളതായ ഉറവയുമല്ല. ദൈവം സൃഷ്ടിച്ച ഉറവയാണ്. ദൈവം സൃഷ്ടിക്കുന്നതായ ഉറവയിൽ നിന്ന് നാം കുടിക്കുമ്പോൾ അതിൽ ചൈതന്യമുണ്ട്, ജീവനുണ്ട്. അതാണ് കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ആലയത്തിന് മുൻപിൽ അല്ലെങ്കിൽ ദേവാലയത്തിന് മുൻപിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ കടന്നു വന്ന് ഈ ജലം കുടിപ്പീൻ. നിങ്ങൾ ദാഹമടയുന്നവരായി സൗജന്യമായി കുടിച്ച് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും കുടിപ്പാൻ ഇതിതാ കർത്താവ് നൽകുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചയിലേക്കാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ നയിക്കുന്നത്. അവിടേക്ക് നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശനമുണ്ടാകും. നമുക്കിനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്നുള്ളതായ ഒരു വെളിപ്പാടുണ്ടാകും. ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, മതി, എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം അവനോട് പറഞ്ഞതോ, ഇല്ല, നിനക്ക് മരിക്കുവാനുള്ള സമയമല്ല, ഇനിയും നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നിന്നെ കൊണ്ട് ധാരാളം പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. സിംസോൻ ഒരിക്കൽ ചിലപ്പോൾ ദാഹം കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കാണും. അവന് ചിലപ്പോൾ സംശയിച്ചു, ഈ ദാഹത്തിൽ ഞാൻ മരിക്കേണ്ടി വന്നാലോ? എന്നാൽ ദൈവം തുറന്നതായ ഉറവ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ സിംസോനോട് വീട്ടിൽ ചെല്ലുക, അവിടെ ഞാൻ നിന്നെ പോഷിപ്പിക്കും, ഞാൻ നിന്റെ ദാഹത്തെ അടക്കുവാൻ തക്കവണ്ണം ഒരു വെള്ളം ഞാൻ അവിടെ നിനക്ക് വേണ്ടി ഒരുക്കുമെന്നല്ല പറഞ്ഞത്. ശത്രുപാളയത്തിൽ തന്നെ ദൈവം എവിടെ നീ പോരാടിയോ, എവിടെ നീ ജയം ഉത്സവം നീ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ചുവോ, അതേ പാളയത്തിൽ ദൈവം അത്ഭുതകരമായ ഉറവുകളെ തുറക്കുന്നു. നിന്റെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് ദൈവം തുറക്കുന്നതായ ഉറവയെ കുടിച്ച് ബലമുള്ളവനാകുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ശക്തീകരിക്കുന്നു. അതാണ് നാം ക്രിസ്തുവിൽ കൂടെ അനുഭവിക്കുന്നതായ സൗഭാഗ്യം. ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവം. നമുക്ക് ദാഹിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെയല്ല, നമുക്ക് ചൈതന്യം വരുവാൻ, ജീവൻ തിരിച്ചു വരുവാൻ, നമ്മളെ ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷകളുടെ അന്ത്യം വരെയും നാം ബലത്തോടെ നടക്കുവാൻ അത് നമ്മെ ശക്തീകരിക്കുന്ന, നമ്മുടെ കൈകാലുകളെ ശക്തിപ്പെടുത്തുന്നതായ, നമ്മുടെ മനസ്സിനെ സ്ഥിരമാക്കുന്നതായ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായ, നമ്മുടെ പ്രത്യാശയെ ഉറപ്പാക്കുന്നതായ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ ജീവന്റെ ഉറവയായി മാറുന്നു. അത് വലിയ ഒരു ഉത്തേജനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചൈതന്യം കൊണ്ടുവരുന്നു, നമ്മളിൽ ഒരു പ്രകാശനം കൊണ്ടുവരുന്നു. നാം ജീവനുള്ള ദേഹിയായി അതാ നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കപ്പെട്ട് ഈ ജീവജലത്തിന് നദിയെ കണ്ടെത്തിയ ആ മനുഷ്യന്റെ സന്തോഷം നമ്മുടെ മുഖത്ത് നമ്മൾ പ്രത്യക്ഷപ്പെടും, നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. നാം പോകുന്നിടത്തൊക്കെ അത് നമുക്ക് സാക്ഷ്യമാകും. അത് മാത്രമല്ല, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ. ദൈവം എന്നെ ഇങ്ങനെ പോഷിപ്പിച്ചു, എന്നെ ഇങ്ങനെ നടത്തി, എന്നെ ജയം കൊള്ളുവാറാക്കി, എന്നെ നടത്തുമാറാക്കി, എൻ്റെ ദാഹത്തെ തീർത്തു, അത്ഭുതകരമായ ഒരു കിണർ എനിക്ക് വേണ്ടി തുറന്നു എന്ന് വരും കാലത്ത് ജനങ്ങൾ അറിയേണ്ടതിന്, വരും തലമുറ അറിയേണ്ടതിന് അവനൊരു പുതിയ പേര് അതിന് കൊടുത്തു, എൻ ഹക്കോരേ. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് വരെയും അവിടെ നിലനിൽക്കുന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം അനുഭവിക്കുന്നതായ സത്യങ്ങൾ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ അനുഗ്രഹങ്ങൾ തൽക്കാലത്തേക്കുള്ളതല്ല, വരും തലമുറയ്ക്കും വേണ്ടി അത് ഉൾക്കൊള്ളുവാൻ, കാണുവാൻ, അനുഭവിപ്പാൻ തക്കണം. അതൊരു സാക്ഷ്യമായി നമ്മുടെ മുൻപിൽ അവശേഷിക്കപ്പെടുന്നു. ദൈവം കാണിച്ചു തരുന്നതായ വഴികൾ, ദൈവം നടത്തുന്നതായ വഴികൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ വഴിയാകാം, ദാഹത്തിൻ്റെ വഴിയാകാം, ക്ഷീണത്തിൻ്റെ വഴിയാകാം, പരാജയത്തിൻ്റെ വക്കിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ സംശയിച്ചേക്കാം. ഇല്ല, ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെങ്കിൽ, ദൈവം നിനക്ക് തന്ന ജയത്തെക്കുറിച്ചൊരു പ്രശംസ ദൈവത്തിന് തിരികെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നിനക്ക് തിരിച്ചു തരുവാനൊന്നുണ്ട്. ജീവജലത്തിൻ്റെ വഴികൾ, ജീവജലത്തിൻ്റെ ഉറവ, അത് കുടിച്ച് ചൈതന്യം പ്രാപിക്കുവാൻ, അനേകർക്ക് സാക്ഷ്യമുള്ളവരാകുവാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.